ഭാരതം കണ്ട മഹാദുരന്തമായ വയനാട് ദുരന്തത്തിൻ്റെ രണ്ടാം ദിവസം. ഇന്നും കേരളം കേൾക്കുന്നത് ഏറെ വേദനാജനകവും ഞെട്ടിക്കുന്നതുമായ വാർത്തകളും കാഴ്ചകളുമാണ് രാവിലെ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് മേപ്പാടി സ്വദേശിയായ ശ്രീ അഗസ്റ്റിൻ റോയാണ്. ഹലോ, നമസ്കാരം. നമസ്കാരം. രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും എന്തായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ? ഇന്നലെ ദുരന്തമുണ്ടായ ആ സമയത്ത് തന്നെ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടോ? എന്തൊക്കെയായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റുമോ? ദുരന്തമുണ്ടായ ആ സമയത്ത് തന്നെ ഞങ്ങളെ ബാക്കി സുഹൃത്തുക്കളൊക്കെ അവിടെ എത്തിയിരുന്നു. രാത്രി തന്നെ എത്തിയിരുന്നു. രാത്രി എത്തിയപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അത്രയ്ക്ക് മനസ്സിലായിരുന്നില്ല. അവിടെ ആ പ്രദേശത്ത് വൈദ്യുതി ഉണ്ടായിരുന്നില്ല. നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. കാരണം ആ ഗ്രാമത്തിലേക്ക് മുണ്ടക്കൈ അട്ടമല എന്നുള്ള 2 സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള ഏക മാർഗമായ ഒരു പാലം ആണ് തകർന്നു പോയത്. അപ്പം വെള്ളത്തെ മറികടന്ന് അങ്ങോട്ട് എത്താനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഏകദേശം ഒരു ഉച്ചയോടുകൂടി തന്നെ എല്ലാ സംവിധാനങ്ങളും, സർക്കാർ സംവിധാനങ്ങളും മറ്റും അവിടെ എത്തിച്ചേർന്നു. അതൊരു വലിയൊരു കാര്യമായി തോന്നി. കാരണം സാധാരണ ഇങ്ങനെയുള്ള സ്ഥലത്ത് പലപ്പോഴും ഒരു ഡിലേ ആകാറുണ്ട്. ഇപ്രാവശ്യം അത് എല്ലാ സംവിധാനങ്ങളും ഉച്ചയോട് കൂടിയിട്ട് അവിടെ എത്തി. വീണ്ടും ഇന്നലെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കണ്ണിൽ കാണുന്ന, പെട്ടെന്ന് കാണുന്ന ബോഡികൾ മാത്രമാണ് ഇന്നലെ എടുക്കാൻ കഴിഞ്ഞത്. അതും മറുകരയിലേക്ക് പൂർണ്ണമായിട്ട് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ഇന്നോട് കൂടിയിട്ടാണ് ആ മറുകരയിലേക്കൊക്കെ എത്തിച്ചേരാൻ കഴിയുള്ളൂ. താൽക്കാലിക റോപ്പും പാലങ്ങളും ഒക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്താൻ കഴിയുള്ളൂ. ഇന്നിപ്പോ ഞാൻ അങ്ങോട്ട് പുറപ്പെടാൻ നിൽക്കുകയായിരുന്നു. ഇന്നലെയൊക്കെ എടുത്തത് മുഴുവനും നമുക്ക് പെട്ടെന്ന് മേളിൽ മണ്ണിന്റെ പുറത്തേക്ക് കാണുന്ന ബോഡികൾ മാത്രമാണ് എടുത്തത്. ഇനി ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട്. കാരണം 200-250ഓളം പേരോളം ഇനിയും മിസ്സിംഗ് ലിസ്റ്റിലുണ്ട്. അവരുടെ ഒന്നും യാതൊരു വിവരങ്ങളുമില്ല. അവരെയൊക്കെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ഇന്നും നമ്മളെ മിഷൻ എമർജൻസി എന്ന് പറഞ്ഞ് ഞങ്ങളെ ചെമ്പോത്ര ഗ്രാമത്തിലുള്ളൊരു ടീമുണ്ട്. ഞങ്ങൾ സജീവമായിട്ട് ഇന്ന് ടീം അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. എത്തിപ്പെടാനായിട്ടില്ലെന്നാണോ? നമ്മളെ മിസ്സിംഗ് ലിസ്റ്റിലുള്ളത് ഇപ്പോൾ 50 പേരിന് മുകളിലാണ് മിസ്സിംഗ് ആയിട്ടുള്ള ലിസ്റ്റിലുള്ളത്. അത്രത്തോളം പേരെ തന്നെ കിട്ടാനുണ്ട്. ഇവിടുന്ന് ഏറെ ദൂരമുള്ള ചാലിയാർ പുഴയിൽ ഏകദേശം 50 കിലോമീറ്ററോളം അപ്പുറത്താണ് ഈ ചാലിയാർ പുഴ കിടക്കുന്നത്. അതും സൂചിപ്പാറ വെള്ളച്ചാട്ടം പോലെ വലിയ വെള്ളച്ചാട്ടങ്ങൾ കഴിഞ്ഞ് പോയിട്ടാണ് ഈ ചാലിയാറിൽ പോയി എത്തുന്നത്. അവിടെ നിന്നാണ് ഇന്നലെ നമുക്ക് 36ഓളം ബോഡികൾ കിട്ടിയത്. ചാലിയാറിൽ നിന്നാണ് കിട്ടിയത്. ഇനിയും ഈ സംഭവം നടന്ന് പുലർച്ചയ്ക്ക് മുന്നേ എത്രത്തോളം ബോഡികൾ ഒഴുകി പോയിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇനിയും എവിടെ ഇത്രയും ദൂരം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിലൂടെയുള്ള ഇതാണ്. അത്രയും ദൂരം ഈ പുഴയുടെ ഇരുകരകളിലുമായിട്ടും പല സ്ഥലത്തും ഇത്രത്തോളം ബോഡികൾ തങ്ങിക്കിടക്കുന്നുണ്ടെന്നൊന്നും പറയാറായിട്ടില്ല. കാരണം അതൊക്കെ ഏറെ ശ്രമകരമായ ദിവസങ്ങളോളം പിടിക്കുന്ന ഒരു തെരച്ചിലിന്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ്. അവരിലേക്കൊന്നും ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ദുരന്ത പ്രദേശത്ത് തന്നെ നമുക്ക് മനുഷ്യനാൽ കഴിയാത്ത അത്രയും വർക്കുകൾ ആണ് അവിടെ കിടക്കുന്നത്. ലോഡ് കണക്കിന് മരങ്ങളും മറ്റു സംഭവങ്ങളുമാണ് വന്ന് അടിഞ്ഞിരിക്കുന്നത്. അതെല്ലാം നീക്കം ചെയ്ത് അതിലൊക്കെ നമ്മൾ തെരച്ചിൽ നടത്തണമെങ്കിൽ ഒരുപാട് ശ്രമകരമായിട്ടുള്ള ഒരു വർക്കാണ്. അത് മനുഷ്യസാധ്യമായ ഒരു സംഭവമല്ല. എല്ലാ യന്ത്ര സാമഗ്രികളും ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് മാത്രമാണ് അതൊക്കെ നടക്കുകയുള്ളൂ. ഈ 400ഓളം വീടുകൾ ആ പ്രദേശത്തുണ്ടായിരുന്നു. അതിലിപ്പോൾ ഒരു 30ഓളം വീടുകൾ മാത്രമാണ് അവശേഷിക്കുന്നുള്ളൊരു വാർത്തകൾ വരുന്നുണ്ട്. ഈ വീടുകളുണ്ടായിരുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് തെരച്ചിലൊക്കെ നടത്തുന്നുണ്ടോ? ഈ വീടുകളുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ഒക്കെ നിരന്തരമായി പരിചയമുള്ള സ്ഥലമാണ്. ഒന്ന്, നമുക്ക് ആ വീടുകളുടെ മറുകരയിലേക്ക് പൂർണ്ണമായിട്ട് സാധാരണക്കാരന് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ വീടുകളെല്ലാം പോയെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം ഈ പുഴേന്റെ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന വീടുകളായിരുന്നു. ആ വീടുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. കാരണം നമുക്ക് ഒരു വീടിന്റെയും ലൊക്കേഷൻ ഏതാന്ന് പോലും സ്ഥിരീകരിക്കാൻ പറ്റാത്ത ഒരു ഇതിലാണ് കിടക്കുന്നത് അവിടുത്തേത്. കാരണം ഇത് ഇന്ന സ്ഥലത്ത് ഇതുണ്ടെന്ന്, അമ്പലം ഇവിടെയുണ്ട്, വീട് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാനേ കഴിയുള്ളൂ. കാരണം അതിന്റെ ഒരു അംശം പോലും അവിടെ ബാക്കി വെക്കാതെയാണ് ഇത് തുടച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും 400ഓളം വീടിന് മുകളിലുണ്ട്. റിസോർട്ടുകളുണ്ട്. ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളും ഉള്ള മേഖലയാണത്.
എത്ര അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് പോലും അറിയില്ല. അതായത് തൊഴിലാളികളും മറ്റു സംസ്ഥാനത്തു നിന്ന് വന്നവരൊക്കെ ഒരുപാട് ആ പ്രദേശത്ത് ഉണ്ടെന്നാണ് തൊട്ടടുത്തുള്ളവരൊക്കെ അവിടെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞത്. അവരൊക്കെ മിസ്സിങ്ങിലാണ്. അവരുടെ ഒന്നും അഡ്രസ്സ് ഇല്ലാത്തവരും ഒരുപാട് പേരുണ്ട് ഇതിൽ. ഈ അഗസ്റ്റിൻ ചേട്ടൻ ഇന്നലെ മുതൽ അവിടെ രക്ഷാപ്രവർത്തനത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവോ ഈ രക്ഷാപ്രവർത്തന ഇടയിൽ? നമ്മളെ സുഹൃത്തുക്കളൊക്കെ ആദ്യം ചെന്നവര് എന്താ പറയാ പല ബോഡികളും എടുത്തപ്പോ അതിന്റെ എന്താ പറയാ തലച്ചോറ് വരെ തലയോട്ടി പോലൊന്ന് ഒരു വസ്തു ഇല്ലാതെ കാലിയായ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു കൈ കണ്ടിട്ട് അത് ഊരിയെടുക്കാൻ നോക്കുമ്പോൾ കൈ മാത്രം ഊരിപ്പോരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും വിവരിക്കാൻ കഴിയാത്ത സംഭവങ്ങളാണ്. ഞാൻ ഉൾപ്പെട്ട ടീം പൂർണ്ണമായിട്ടും ഭക്ഷണം മറ്റു സംഭവങ്ങൾ അവർക്കുള്ള ബേസിക് നീഡുകൾ എത്തിക്കാനും ക്യാമ്പുകളിലും മറ്റു സ്ഥലങ്ങളിലും രക്ഷാപ്രവർത്തകർക്കുള്ള സംവിധാനങ്ങൾ എത്തിക്കാനായിരുന്നു കൂടുതൽ സമയം ചെലവഴിച്ചത്. നമ്മുടെ രക്ഷാപ്രവർത്തനത്തിന് ഇനി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. അവിടേക്ക് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ വസ്തുക്കൾ എന്താണ് ഇപ്പോൾ സഹായമായിട്ട് എത്തിക്കാനൊക്കെ ആയിട്ട്? എല്ലാവരും ഇപ്പൊ വീഡിയോയിലൊക്കെ കണ്ടുകൊണ്ട് ചോദ്യമാണ്. പക്ഷെ അത് എല്ലാം വേണം. പക്ഷെ ഇന്നോ നാളെ ഇന്നലെ ഇന്നോ ഒക്കെ വേണ്ടത് ഒക്കെ ഒരുവിധം എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം ഇന്നലെ തന്നെ ഭക്ഷണം എല്ലാ ക്യാമ്പിലും ഞങ്ങൾ പോയപ്പോൾ ഭക്ഷണ സാധനങ്ങളും അവശ്യ വസ്ത്രങ്ങളും ഒക്കെ ധാരാളമായിട്ട് തന്നെ എത്തിച്ചിട്ടുണ്ട്. അതിനൊക്കെ നമ്മളെ മലയാളികൾ വളരെ മുന്നിലാണെന്ന് തോന്നുന്നു. കാരണം അതൊക്കെ ഒരുപാട് സ്ഥലത്തും എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഇനി വേണ്ട എന്നുള്ള ഒരു മെസ്സേജ് അല്ല ഇപ്പോൾ നമ്മൾ നൽകുന്നത്. അങ്ങനെ നൽകാൻ കഴിയില്ല. കാരണം ഇതിന്റെ ബാക്കിയുള്ള ആവശ്യങ്ങളും സംഭവങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരുന്നതല്ല. ഇത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു രക്ഷാപ്രവർത്തനം ക്യാമ്പും മറ്റു കാര്യങ്ങളും വേണ്ടി വരും. അപ്പോൾ ഒന്നും വേണ്ടെന്നല്ല, പക്ഷെ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് എത്തിക്കാവുന്നുള്ള ആ ഒരു ഇതാണ് എല്ലാവരും കാണിക്കുന്നത്. പക്ഷെ ഇനിയുള്ള തുടർന്നുള്ള ദിവസങ്ങളിലാണ് അവർക്ക് വേണ്ട, അതായത് ആരെങ്കിലും ഒരു കുടുംബത്തിൽ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് A to Z സംഭവങ്ങൾ വേണം. അവർക്ക് അത്യാവശ്യം ഭക്ഷണവും വസ്ത്രവും മാത്രമല്ല, അവർക്ക് ഉള്ള എല്ലാം വേണം. കാരണം നഷ്ടപ്പെട്ടവർക്ക് ഒന്നും അവശേഷിപ്പിക്കാതെയാണ് എല്ലാം നഷ്ടപ്പെട്ടത്. അഗസ്റ്റിൻ്റെ ഈ കണ്ണീരോടെയുള്ള വാക്കുകൾ ഇത് കേരളം മുഴുവൻ സങ്കടപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ ഞെട്ടിയിരിക്കുകയാണ്, വിറങ്ങലിച്ചിരിക്കുന്നു പേടിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ദുരന്ത വാർത്ത കേട്ട് തന്നെ മനസ്സ് വിറങ്ങലിച്ചിരിക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും കേരളം മുഴുവൻ ഇപ്പോൾ വയനാട് ജനതയോടൊപ്പം തന്നെയുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരായാലും തങ്ങളാലാവുന്ന സഹായഹസ്തമായി വയനാട് എത്തുമെന്നുള്ളതും തീർച്ചയാണ്. ഇനിയുള്ള പ്രവർത്തനങ്ങൾ, ഇന്നത്തെ രക്ഷാപ്രവർത്തനം കാര്യങ്ങൾ ഏത് മേഖലയിലായിരിക്കും കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്? ഇന്നത്തെ രക്ഷാപ്രവർത്തനം കൂടുതലും അട്ടമല, പുത്തുമല, ഇന്നലെ എത്താൻ കഴിയാത്ത പുഴയ്ക്ക് അപ്പുറത്തുള്ള ഭാഗത്താണ് കൂടുതൽ നല്ല മുഴുവനും അങ്ങോട്ടാണ് ചെയ്യുന്നതെന്ന്. അതിനുള്ള കാര്യങ്ങളാണ് ഇന്ന് രാവിലെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു JCB ഇപ്പോൾ അപ്പുറത്ത് കടത്തിയിട്ടുണ്ട്. ആ JCB അവിടെ ചെന്നാൽ തന്നെയാണ് പല വീടുകളും ഇടിഞ്ഞ് കോൺക്രീറ്റ് പാളികളുടെ ഉള്ളിൽ ഒക്കെ ആരൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടെന്നൊക്കെ നോക്കുന്നത് ഇന്നാണ് നടക്കുന്നത്. ആ പ്രവർത്തനങ്ങളൊക്കെ ഇന്ന് ആരംഭിക്കുകയുള്ളൂ. ഓക്കെ ചേട്ടാ, ഇത്ര നേരം ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിനും അവിടുത്തെ വിവരങ്ങളെല്ലാം പ്രേക്ഷകരുമായി പങ്കുവച്ചതിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനിയും ഇന്നത്തെ ദിവസം അപ്ഡേറ്റുകളും കൂടുതൽ കാര്യങ്ങളുമായി ഞങ്ങളുമായി ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി.